ഒരു വീട് വേണം തന്നെയാണ് ഒരു ആഗ്രഹം. ഞങ്ങൾ 7 വർഷമായിട്ട് ജൂഡോ ചെയ്യുന്നു. ജൂഡോയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് നെടുങ്കണ്ടത്ത് തന്നെ താമസിച്ച് ഇങ്ങോട്ടേക്ക് പ്രാക്ടീസിന് വരുന്നത്. പക്ഷേ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വീട് വേണം എന്ന് ആഗ്രഹമുണ്ട്. നിരവധി നാഷണൽസ് പോകുന്നുണ്ട്. അടുത്ത നാഷണൽസ് മെഡൽ അടിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ മെഡലെല്ലാം കൊണ്ട് വെക്കാനും ഒരു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും നമുക്ക് ഇന്ന മെഡലുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കാനും നല്ലൊരു വീടും നല്ലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇത്തവണത്തെ സ്കൂൾ കായികമേളയിൽ ജൂഡോയിൽ ഗോഡ്വിൻ സ്വർണം നേടിയപ്പോൾ സഹോദരി ഒലീവിയ വെങ്കല മെഡൽ നേടി. പരിമിതികളെ മറികടന്നാണ് സഹോദരങ്ങളുടെ ഒരുമിച്ചുള്ള ഈ മുന്നേറ്റം. വീടിന്റെ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ ദേശീയ മത്സരങ്ങളിലൊക്കെ നമുക്ക് അന്തർദേശീയ മത്സരങ്ങളിലേക്ക് ന്യൂട്രീഷന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അഭിമുഖീകരിച്ച് വന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുക വന്നാലാണ് മികച്ച കായിക താരങ്ങൾ ഇവരിലൂടെ രാജ്യം അറിയുന്ന നമ്മുടെ നാളെ അറിയുന്ന കായിക താരങ്ങളായിട്ട് ജൂഡോയിൽ ഇവരെ മാറാൻ കഴിയും എന്നതിൽ നമുക്ക് ഉറച്ച ഒരു വിശ്വാസമുണ്ട്. ആ നിലയിലേക്ക് ഇവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം, സ്വന്തമായിട്ടൊരു വീട് എന്നാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഗോഡ്വിന്റെയും ഒലിവിയയുടെയും മാതാപിതാക്കൾ നിലവിൽ തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. പരിശീലനത്തിനായി നെടുങ്കണ്ടത്ത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ വാടക വീട്ടിലാണ് ഇരുവരുടെയും താമസം. വീട് എൻ്റെ മൂത്ത മകൻ്റെ മക്കളാണ് രണ്ടുപേരും. അവർ ഇവിടെ വന്ന് ജൂഡോ ക്ലാസ്സിൽ വന്ന് കൂടിയിട്ട് 7 വർഷമായി. അവർക്ക് വീടില്ല. അവർക്ക് വീട് ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. വാരിക്കൂട്ടിയ മെഡലുകൾ കാണുമ്പോൾ ഇരുവർക്കും മുന്നോട്ട് കുതിക്കാനുള്ള ആവേശം വർദ്ധിക്കും. എന്നാൽ ട്രോഫികളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ സ്വന്തമായ ഒരിടം ഇല്ലെന്ന വിഷമത്തിലാണ് ഈ സഹോദരങ്ങൾ. മാതൃഭൂമി ന്യൂസ്, കുമളി.